ഇതെടുത്തേ. ഇത് നന്നായിട്ടില്ലേ? ആഹാ, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കാശ് കൊടുത്താ ഇറങ്ങാം. കൊടുക്കായിരുന്നില്ലേ മാഷേ? നീ വന്നിട്ടാണെന്ന് കരുതി. ഓ, ബില്ല് എഴുതി. ശരി സാർ, കൊടുത്തിട്ട് വരാം. സാർ. ഓ, സാറവിടെ ഇരുന്നോളൂ. ചെക്ക് ചെയ്ത് വരാൻ അല്പം സമയമെടുക്കും. ഓ. ആരാ? ആ സോഫയിലിരിക്കുന്ന ആളാ. ആ പേപ്പർ വായിക്കുന്നത്? അത് തന്നെ. ഓക്കെ. എഴുന്നേക്കാൻ. സ്വർണവും കൊണ്ട് കടന്നു കളയാമെന്ന് കരുതി അല്ലടാ? അയ്യോ സാറേ, എന്താ ആരനിക്കുന്നല്ലേ? അതോ മോന്റെ കൂടെ നിങ്ങൾക്ക് വഴിയാണോ? നടക്കാം. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാ. അങ്ങനെ വരട്ടൊന്നും വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. അത് ശരി, കള്ളനോട്ട് കൊടുത്ത് സ്വർണം വാങ്ങിയതും പോരാ, വർത്തമാനം പറയുന്നു. കള്ളനോട്ടോ? ഇത് എവിടെ നിന്ന് വന്നു നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. തൂക്കിയെടുത്ത് വണ്ടിയിലുള്ളൂ. രൂപയുടെ കള്ളനോട്ടുകളുമായി നഗരത്തിലെ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രഭാകരൻ സമീപകാലത്ത് കായൽ നികത്താനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ കഴുത്തറ്റ മണ്ണിലിറങ്ങി നിന്ന് നിരാഹാര സമരം നടത്തി വിജയിപ്പിച്ചിരുന്നു. കണ്ടില്ലേ, ആന പിണ്ടിയിരുന്നത് കണ്ടിട്ട് മുയല് മുക്കിയതിന്റെ ഫല. പറയാൻ പറ്റില്ല, ചില പാവം തന്നെ കള്ളനോട്ട് കൊടുത്തതാണെങ്കിലോ. ശരിയാ, ഈ സമരവും രാഷ്ട്രീയവും ഒക്കെ കള്ളത്തരത്തിന് നല്ല മുറയല്ലേ. റിപ്പീട്ടിനെ അവരാൻ ചതിച്ചത് രഞ്ജിനി, എനിക്കറിയാം. അത് കോടതിക്കും ബോധ്യാവും, ഉറപ്പ്. ഇത് വെച്ചേക്ക. കുറച്ച് സ്വർണ്ണ നിന്റെ പ്രഭേട്ടം വിചാരിച്ച പോലെ ആയില്ലെങ്കിലും അത്ര മോശമാവാൻ പാടില്ല നാളത്തെ നിന്റെ കല്യാണം. വേണ്ട, ഇനി അങ്ങനെ ഒരു ചടങ്ങുണ്ടാവില്ല. വേണം രാധേ. ചില കാര്യങ്ങൾ ഒരു തവണ മുടങ്ങിയ പിന്നെ ഒരിക്കലും അത് സംഭവിക്കില്ല. പക്ഷെ മോളെ, ഇല്ല, ആരും അറിയില്ല. ഇങ്ങനൊരവസ്ഥയില് നാളെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ സുരേഷ് തയ്യാറായില്ലേ? ആ നല്ല മനസ്സിന് മുമ്പില് ഇതൊന്നും ഒന്നുമല്ല. രാധയ്ക്ക് നല്ലതേ വരൂ. പ്രഭേട്ടൻ ഞങ്ങളെ അനുഗ്രഹിക്കണം.
തിടുക്കായി പോയി എന്നറിയാം. എന്നാലും പ്രബേട്ടൻ വരുന്നവരെ കാത്തു നിൽക്കാറുന്നത്. സാരമില്ല, നന്നായി. ഒരുപക്ഷെ പ്രബേട്ടൻ പുറത്തു വന്നില്ലെങ്കിലോ? ഇപ്പൊ കുറ്റക്കാരനാണെന്ന് സംശയമുള്ളൂ. നാളെ കോടതി വിധിക്കുന്നതോടെ പ്രഭാകരൻ ശരിക്കൊരു കള്ളനാവും. പിന്നെ ഒരു കള്ളന്റെ പെങ്ങളായിട്ടായിരിക്കും ഇവള് നിന്റെ കൂടെ ഇറങ്ങി വരിക. അതേതായാലും വേണ്ട, ചെയ്തത് നന്നായിടാ. വീട്ടിലായാലും നാട്ടിലായാലും പ്രബേട്ടൻ അവനവനെ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റു പലതും പോലെ ഈ ഒരു ചതിയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അല്ലേ മോളെ? നിങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് നാണക്കേടുണ്ടാക്കിയല്ലടാ. പ്രഭാരം പറ, ഈ ഒറ്റിന് പകരം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏയ് ഒന്നും വേണ്ട, ഒക്കെ എന്റെ വിധിയാവും. എത്ര വർഷത്തേക്കാ കോടതി ശിക്ഷിക്കാന്നറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിറങ്ങുന്നത് വരെ അമ്മ അവിടെ ഒരു വെറും വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും. അത് ഓർക്കുമ്പോഴേ ഉള്ളൂ സങ്കടം. ഇന്നേ വരെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ ഇങ്ങനൊരു മകൻ ജനിക്കേണ്ടായിരുന്നു, അല്ലേ അമ്മേ? അതെ, സമയം കഴിഞ്ഞു. ശരിയാ, സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ വരട്ടെ പ്രഭാര. നാളെ കോടതി ഉണ്ടല്ലോ. നിനക്ക് വേണ്ടി ഏറ്റവും നല്ല വക്കീലാ ഹാജരാകുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? കാര്യം ഉണ്ടാവും. ആ പണം ഞങ്ങൾ തന്നതല്ലെന്ന് വാദിക്കാനല്ലേ അവറാച്ചന് പറ്റൂ. അല്ലാതെയും വഴിയുണ്ടാകും. പ്രതിഭാഗം വക്കീലിന് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, കഴിഞ്ഞ വിചാരണ ദിവസം വെളിപ്പെടുത്തിയതുപോലെ പ്രസിഡന്റ് അവറാച്ചൻ എന്റെ കക്ഷിക്ക് നൽകിയത് 6 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസി തന്നെയായിരുന്നു. അതിൽ എന്റെ കക്ഷി അറിയാതെ 5,40,000 രൂപ മാറ്റി പകരം കള്ളനോട്ട് വെച്ചത് മറ്റൊരാളാണ്. ആ യഥാർത്ഥ പ്രതി കുറ്റമേറ്റു പറയാൻ എത്തിയിട്ടുണ്ട്. ഹാജരാക്കാൻ കോടതി അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. പേര്? ബാലഗംഗാധരൻ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 6 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നിട്ട് സ്വർണ്ണക്കടയിലേക്ക് പോയിക്കൊള്ളാൻ പ്രഭാകരൻ പറഞ്ഞു. സ്വർണ്ണക്കടയിൽ എത്തുന്നതിന് മുമ്പ് യഥാർത്ഥ പണം മാറ്റി കള്ളനോട്ട് വെച്ചത് ഞാനാണ്. അല്ല, അല്ല സാർ, ഇതല്ല ശരി എന്ന് പ്രഭാകരനടക്കം മറ്റു പലരും വിശ്വസിക്കുന്നു. യുവർ ഓണർ, ദീർഘകാലം അധ്യാപകനായിരുന്ന സമൂഹത്തിൽ മാന്യനായ ഈ പ്രതി സഹിക്കാനാവാത്ത കുറ്റബോധം കൊണ്ടാണ് കുറ്റം ഏറ്റുപറയുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. പ്രഭാകരന് പകരം ഇലക്ഷനിൽ മത്സരിക്കേണ്ടിയിരുന്നത് ഈ നിൽക്കുന്ന ഗംഗാധര മാഷായിരുന്നു. അത് സാധിക്കാത്തതിലുള്ള പകയാണ് ഇത് ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. ഞാനാണ് യഥാർത്ഥ കുറ്റവാളി. യുവർ ഓണർ, യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. പണം കൈമാറിയത് മലപ്പുറത്തുള്ള ഒരു പഴയകാല സുഹൃത്താണെന്നും അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ നിരപരാധിയായ എന്റെ കക്ഷി വെറുതെ വിടണമെന്നും കുറ്റമേറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ച പ്രതിക്ക് IPC 489 വകുപ്പ് പ്രകാരമുള്ള ഏറ്റവും ചെറിയ ശിക്ഷ നൽകുവാനും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. മേൽ കേസിൽ ഈ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് പ്രകാരം നടത്തിയ പുനർവിചാരണയിൽ PK പ്രഭാകരൻ കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ നിരുപാധികം വിട്ടയക്കാനും കുറ്റമേറ്റു പറഞ്ഞ യഥാർത്ഥ കുറ്റവാളിയുടെ പ്രായവും സമൂഹത്തിൽ ഇതുവരെയുള്ള സ്ഥാനവും കണക്കിലെടുത്ത് 5 വർഷത്തെ തടവ് ശിക്ഷ നൽകുവാനും ഈ കോടതി ഉത്തരവിട്ടു. മാത്രമല്ല 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രസ്തുത സ്ഥലത്തിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും സർക്കാരിനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിലെ പിഴ ഇനത്തിലുമായി 1 ലക്ഷം രൂപ കുരിശുപള്ളിക്കൽ അവറാച്ചൻ അടയ്ക്കേണ്ടതാണെന്നും ഈ കോടതി ഉത്തരവിടുന്നു. എനിക്കൊന്ന് സംസാരിക്കണം. വേഗം വേണം. വലിയായിരുന്നല്ലേ മാഷെ? സമ്മതിക്കില്ല മാഷെ. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം മാഷെ ഏറ്റെടുക്കണ്ട. വേണം പ്രഭാര.
നിനക്ക് വേണ്ടി മാത്രമല്ല, തോന്നൂർക്കരയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യണം. പ്രഭേ, ഗംഗാരമാഷ്ക്ക് ആരുമില്ല. ഭാര്യയോ കുട്ടികളോ വീട്ടുകാരോ ബന്ധുക്കളോ ആരും. മാസം കിട്ടുന്ന പെൻഷൻ സിദ്ധനായരുടെ ചായക്കടയിലും വീട്ടുവാടകയ്ക്കുമായിട്ട് വീതിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് എന്റെ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? ഇനി മരിക്കണവരെ ഉണ്ണാനും കിടന്നുറങ്ങാനും ഒരു സ്ഥലം വേണം. അതിപ്പോ വാടകമുറി ആയാലും ജയിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീ അങ്ങനെയല്ല. തോന്നൂർക്കരയിൽ നീ ഉണ്ടാകണം പ്രഭേ. നിന്നെ ചതിച്ചവർക്കൊരു നാടിനെ മുഴുവൻ ഒറ്റുകൊടുക്കാൻ എളുപ്പമാ. അത് തടയാൻ നീ വേണം. എങ്കിലും മാഷേ, ഒരു ജീവിതം തന്നെ നിങ്ങള്... ഞാൻ ചെയ്യണത് ഒരു ത്യാഗമൊന്നും അല്ലടോ, ഒരു സമരം. നീയൊക്കെ ചെയ്യണത് പോലെ വ്യത്യസ്തമായ ഒരു സമരം. പോട്ടടോ. ഇനി മലപ്പുറത്തെ എന്റെ പഴയകാല സുഹൃത്തിനെ തപ്പിയാവും പരക്കം പാച്ചില്. കിട്ടില്ല, അങ്ങനെ ഒരാളില്ല.